ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എലിപ്സ് ടൂളും പിന്നെ സ്റ്റാർ ടൂളുമാണ്. എന്താണ് ഈ എലിപ്സ് ടൂൾ? വൃത്തം വരയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് എലിപ്സ് ടൂൾ. അതേപോലെ തന്നെ സ്റ്റാർ ടൂൾ അല്ലെങ്കിൽ പോളിഗൺ ടൂൾ അതെന്തിനുള്ളതാണ്? ബഹുഭുജങ്ങൾ അല്ലെങ്കിൽ ത്രികോണങ്ങൾ, നക്ഷത്രങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് സ്റ്റാർ ടൂൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പോളിഗൺ ടൂൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എലിപ്സ് ടൂളിൽ നിന്ന് തുടങ്ങാം. അപ്പം നമ്മുടെ റെക്റ്റാങ്കിൾ ടൂളിൻ്റെ താഴെയായിട്ടാണ് എലിപ്സ് ടൂൾ വരുന്നത്. പിന്നെ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഈ ഐക്കോൺസ് എല്ലാം കണ്ടിട്ട് ഒരു വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇൻസ്കേപ്പ് ഇതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ടായിരിക്കും, തീർച്ചയായിട്ടും അത് പോയി കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എലിപ്സ് ടൂൾ നമുക്ക് എടുക്കാം, എന്നിട്ട് ക്യാൻവാസിലേക്ക് വരാം. ക്യാൻവാസിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കഴ്സർ മാറിയിട്ടുണ്ട് അല്ലേ. ഒരു ക്രോസും വന്നിട്ടുണ്ട്, അതിൻ്റെ താഴെ ഒരു വൃത്തവും കൊടുത്തിട്ടുണ്ട്. ഈ വൃത്തത്തിനകത്ത് ഒരു നിറം കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു ബ്ലാക്ക് നിറമാണ്. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വൃത്തത്തിൻ്റെ നിറമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വൃത്തം ക്രിയേറ്റ് ചെയ്യാം. അത് ഇത്രയേ ഉള്ളൂ. മൗസിലെ ഇടത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൗസ് നീക്കുക, അപ്പം നമുക്ക് ഇതാ വൃത്തം രൂപപ്പെടുന്നത് കാണാൻ പറ്റും. കണ്ടല്ലേ? അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, വൃത്തം അതിന് തോന്നിയ പോലെ ആയിരിക്കും അതിൻ്റെ റേഡിയസ് വരുന്നത് അല്ലേ, ഒരു ദീർഘവൃത്തമായിട്ടായിരിക്കും വരുന്നത്. അപ്പം അതും വേണ്ട, പകരം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വൃത്തമാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കീബോർഡിലെ കൺട്രോൾ ക്ലിക്ക് ചെയ്യുക. അപ്പം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൺട്രോൾ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് ഇതുപോലെ നല്ല വൃത്തം നമുക്ക് രൂപപ്പെടുന്നത് കാണാൻ പറ്റും. ഇപ്പം ഒരു വൃത്തം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത് എൻ്റെ കഴ്സർ ഇരിക്കുന്ന പൊസിഷൻ നോക്കുക, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് മൗസ് നീക്കുമ്പോൾ അവിടെ നിന്നാണ് വൃത്തം രൂപപ്പെട്ട് വരുന്നത് അല്ലേ. അതേസമയം കീബോർഡിലെ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്ത് അതിനെ ആസ്പദമാക്കിയായിരിക്കും വൃത്തത്തിൻ്റെ സെൻറ്റർ അവിടെ ആയിരിക്കും, അതിനെ ആസ്പദമാക്കിയായിരിക്കും വൃത്തം ഇങ്ങനെ രൂപപ്പെട്ട് വരുന്നത്. കണ്ടല്ലേ? അതിൻ്റെ കൂടെ കൺട്രോൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് വൃത്തം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഈ ഹാൻഡിൽസ് എന്തൊക്കെയാണെന്നുള്ളത്. ഇവിടെ രണ്ട് ചതുര ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വൃത്തത്തിൻ്റെ ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും രണ്ട് ഹാൻഡിലാണ്. അതെന്താണ് നമുക്ക് പോയി നമുക്ക് നോക്കാം. ഈ രണ്ട് ഹാൻഡിൽ എന്ന് പറയുന്നത് ഇതിൻ്റെ വൃത്തത്തിൻ്റെ റേഡിയസ് ആണ്. അതായത് വെർട്ടിക്കലായിട്ടുള്ള റേഡിയസും ഹൊറിസോണ്ടലായിട്ടുള്ള റേഡിയസും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ രണ്ട് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതേപോലെ തന്നെ ഇപ്പം മാനുവലായിട്ട് നിങ്ങൾക്ക് ഇനി ടൈപ്പ് ചെയ്ത് ഏതെങ്കിലും വാല്യൂസ് വേണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. RXും RYയും. ഇതിലേതാണ് RX? RX എന്ന് പറയുന്നത് ഒറിജിനലായിട്ടുള്ള ഈ ഒരു ചതുരത്തിൻ്റെ ഹാൻഡിലിനെയാണ് RX കൊണ്ട് ഉദ്ദേശിക്കുന്നത്. RY എന്ന് പറയുന്നത് ഈ വെർട്ടിക്കലായിട്ടുള്ള ഈ ഒരു ഹാൻഡിലിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ 60 ഞാൻ കൊടുത്തു. ഇനി കണ്ടില്ല, നമുക്ക് നല്ലൊരു വൃത്തം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ രണ്ട് വാല്യൂസ് ഒന്നായതുകൊണ്ട് നല്ലൊരു വൃത്തം വന്നിട്ടുണ്ട്. ഇത് ഏത് അളവുകോലിലായിരിക്കും വരുന്നത്? ഇതിപ്പോൾ സാധാരണ രീതിയിൽ മില്ലിമീറ്ററാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിക്സൽ എടുക്കാം, അതല്ല സെൻറ്റിമീറ്ററും എടുക്കാവുന്നതാണ്. ഇഞ്ചസ് ഉണ്ട്, സെൻറ്റിമീറ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മില്ലിമീറ്ററിലേക്ക് തിരിച്ചു വരാം. ഇനി ഈ ഒരു ചെറിയ ഹാൻഡിൽ കൊടുക്കുന്നുണ്ട്. ഇത് എന്താണ്? ഇത് ശരിക്കും പറഞ്ഞാൽ വൃത്തത്തിനെ ഭാഗമാക്കാൻ വേണ്ടിയുള്ള ഹാൻഡിലാണ്. അപ്പം ഈ ഒരു ചെറിയ വൃത്തത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വൃത്തത്തിന് നമുക്ക് പല രീതിയിലുള്ള ഭാഗമാക്കി മാറ്റി നമുക്ക് കാണാൻ പറ്റും. ഇപ്പം മൗസിൻ്റെ കഴ്സർ അകത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ വൃത്തത്തിനെ ഒരു ആർക്കായിട്ടായിരിക്കും നമ്മൾ മാറ്റുന്നത്. അതേസമയം വൃത്തത്തിൻ്റെ വെളിയിലാണ് നമ്മളെ കഴ്സറെങ്കിൽ ഇതുപോലെ വൃത്തത്തിൻ്റെ ഒരു സ്ലൈസ്, ഒരു ഭാഗമായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. ഇനി വേറൊരു കാര്യം, നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ഒരു ഹാൻഡിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ നീക്കുമ്പോൾ ഈ കാണുന്ന ആർക്കും പിന്നെ ഇവിടെ കാണുന്ന ഓപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ രണ്ട് ഹാൻഡിൽ നമുക്ക് മാനുവലായിട്ട് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. കണ്ടല്ലേ, സ്റ്റാർട്ടും എൻഡ് പോയിൻറ്റും. നമുക്ക് ഈ പ്ലസ് ചിഹ്നത്തെ ക്ലിക്ക് ചെയ്ത് നമുക്ക് മാറ്റാവുന്നതാണ്. അതല്ല എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൽ എൻഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിലും വെച്ച് നമുക്ക് മാറ്റാവുന്നതാണ്. ഇത് രണ്ടും വാല്യൂസും വന്നിട്ട് ഡിഗ്രിയിലായിരിക്കും വരുന്നത്. ഓക്കെ, ഡിഗ്രി വാല്യൂസ് ആയിരിക്കും നമ്മളിവിടെ രണ്ടിടത്തും ടൈപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വൃത്തഭാഗത്തിനെ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം ഒരു സ്ലൈസിലോട്ട് മാറ്റാമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അന്നേരം വൃത്തത്തിൽ നമ്മളൊരു പിസ കട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും നമ്മൾ കാണുന്നത്. കണ്ടല്ലേ? അത് കഴിഞ്ഞിട്ടുള്ളതാണ് ആർക്ക് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വൃത്തം കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഫിൽ കളർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട്? ആർക്കും ഈ ചോടും തമ്മിൽ, അതായത് കോഡും തമ്മിൽ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ രണ്ടും ഒരുപോലാണല്ലോ എന്ന് തോന്നിയേക്കാം. അതങ്ങനെയല്ല. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ വൃത്തത്തിന് ആദ്യം വേണ്ടത് ഒരു സ്ട്രോക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഫില്ല് സ്ട്രോക്ക് എന്ന് രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. കണ്ടില്ലേ? ഈ സ്ട്രോക്ക് അൺസെറ്റ് എന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പം ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടുന്ന് എവിടെയെങ്കിലും ഒരു കളർ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു നീല കളർ ഞാൻ എടുക്കുകയാണ്. കണ്ടല്ലേ? ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു സ്ട്രോക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ സ്ട്രോക്ക് ഒന്ന് കൂട്ടിയെടുക്കാം. അതിനെന്ത് ചെയ്യണം? ഒബ്ജക്റ്റ് എടുക്കുക, ഫില്ല് സ്ട്രോക്ക് എടുക്കുക. ഇവിടെ സ്ട്രോക്ക് സ്റ്റൈലിനകത്തില്ല, നമുക്ക് സ്ട്രോക്ക് കൂട്ടിയെടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം. ഈ കാണുന്നതാണ് ആർക്ക്. കണ്ടില്ല? അപ്പോൾ നമ്മൾ ഈ ഫിൽ കളർ നമുക്ക് കളയാം. ഇവിടെ നമുക്ക് നൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ?
ഇതാണ് ആർക്കെന്ന് പറയുന്നത്. ഈ ആർക്കും ഈ കോണും തമ്മിൽ വ്യത്യാസമുണ്ട്, കണ്ടില്ലേ? ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആർക്ക് തന്നെയാണ്, കണ്ടില്ലേ? ഇത് തമ്മിൽ കണക്ഷൻ ഇല്ല. അതേസമയം കോഡ് വരുമ്പം ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ടാകുകയാണ്. അപ്പോൾ ഇതാണ് വൃത്തമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇത് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണ വൃത്തമാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഒരു ഓപ്ഷൻ കഴിഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട് മേക്ക് ദ ഷേപ്പ് എ ഹോൾ എലിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള വൃത്തം വരുന്നതായിരിക്കും. അതായത് ഈ രണ്ട് വാല്യൂസും റീസെറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ വൃത്തമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പോളിഗൺ ടൂൾ അല്ലെങ്കിൽ സ്റ്റാർ ടൂളാണ്. അപ്പോൾ എന്താണ് ഈ പോളിഗൺ ടൂൾ അല്ലെങ്കിൽ സ്റ്റാർ ടൂൾ? നക്ഷത്രങ്ങൾ, ത്രികോണങ്ങൾ, ബഹുഭുജങ്ങളും ഒക്കെ വരയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഇൻസ്കേപ്പിലെ ഒരു ടൂളാണ് പോളിഗൺ ടൂൾ അല്ലെങ്കിൽ സ്റ്റാർ ടൂൾ എന്ന് വിളിക്കുന്ന ടൂൾ. ഓക്കെ, അപ്പം അതിനു മുമ്പായിട്ട് നമ്മൾ നേരത്തെ വരച്ച ഈ വൃത്തങ്ങളെല്ലാം നമുക്ക് കളയണം. അതിനെന്ത് ചെയ്യാൻ പറ്റും? മൗസിലെ ഇടത്തെ ബട്ടൺ ഉപയോഗിച്ച് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ ഡിലീറ്റ് പ്രസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാം ഈ ക്യാൻവാസ് വരച്ച എല്ലാം നമുക്ക് കളയണമെന്നുണ്ടെങ്കിൽ കീബോർഡിലെ കൺട്രോൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രസ് ചെയ്യുക. അപ്പം എല്ലാം ഒബ്ജക്റ്റുകളും സെലക്ട് ആവും. എന്നിട്ട് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പോളിഗൺ ടൂളിലേക്ക് കടക്കാം. സർക്കിൾ ടൂളിൻ്റെ താഴെയായിട്ടാണ് പോളിഗൺ ടൂൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പോളിഗൺ ടൂൾ സെലക്ട് ചെയ്തു. ഇനി ക്യാൻവാസിലേക്ക് വരാം. ഇപ്പോൾ നമ്മുടെ മൗസിൻ്റെ കഴ്സർ മാറിയായിട്ട് നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ? ഒരു ക്രോസ് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ താഴെ ഒരു സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാറിനകത്ത് ഒരു നിറം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്ന നക്ഷത്രത്തിൻ്റെ നിറമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നക്ഷത്രം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? വളരെ എളുപ്പമാണ്. മൗസിലെ ഇടത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൗസ് നീക്കുക. അപ്പോൾ നമ്മുടെ നക്ഷത്രം നമ്മുടെ ക്യാൻവാസിൽ വരുന്നതായിരിക്കും. കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ഇനി നമുക്കിതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് നമുക്ക് 5 കോർണേഴ്സാണ് ഇതിന് വരുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ഇതിൻ്റെ കോർണേഴ്സിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. അതിനെന്ത് ചെയ്യാൻ പറ്റും? മുകളിൽ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ കോർണേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കൂട്ടാവുന്നതാണ്. കണ്ടല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് 7 കൊടുത്തു. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ നമുക്കതിന് വ്യത്യസ്തമായ നക്ഷത്രങ്ങൾ നമുക്ക് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മറ്റ് 2 കാര്യങ്ങൾ കിടക്കാം. നമ്മുടെ ക്യാൻവാസിൽ 2 ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ടല്ലേ? ഇതെന്താണ് ഈ ഹാൻഡിൽസ്? ഇതിൽ ഒരു ഹാൻഡിൽ ബേസ് റേഡിയസ് എന്ന് പറയുന്നതാണ്. മറ്റേ ഹാൻഡിൽ ടിപ്പ് റേഡിയസ് എന്ന് പറയുന്നതാണ്. ഈ ബേസ് റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ഈ സെൻറ്ററിൽ നിന്നും ഈ ഒരു ഹാൻഡിൽ വരെയുള്ള ദൂരമാണ് ഈ ബേസ് റേഡിയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ടിപ്പ് റേഡിയസും ഈ ഹാൻഡിൽ നിന്നും ഈ ഒരു ഹാൻഡിലല്ല, ഈ കോർണറിൽ നിന്നും, ഓക്കെ, ഈ ഒരു കോർണറിൽ നിന്നും സെൻറ്റർ വരെയുള്ള ദൂരമാണ് ടിപ്പ് റേഡിയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. മാറ്റുന്നതുകൊണ്ട് നിങ്ങൾക്ക് നക്ഷത്രം അല്ലാതെ പല രൂപങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. കണ്ടില്ലേ? ഓക്കെ, ഇനി ഇത് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കീബോർഡിലെ കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ നക്ഷത്രം പോലെ തന്നെ ആക്കാവുന്നേ ഉള്ളൂ. കണ്ടില്ലേ? ഇനി നമുക്കിതിൻ്റെ മുകളിലുള്ള ഓപ്ഷൻസിലേക്ക് കടക്കാം. ആദ്യം ഉള്ളത് സ്പോക്ക് റേഷ്യോ ആണ്. എന്താണ് ഈ സ്പോക്ക് റേഷ്യോ? ഈ സ്പോക്ക് റേഷ്യോ എന്ന് പറയുന്നത് ബേസ് റേഡിയസും ടിപ്പ് റേഡിയസും തമ്മിലുള്ള ഒരു അംശബന്ധമുണ്ട്. ആ ഒരു അംശബന്ധമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കണ്ടില്ലേ? നമ്മളത് ചേഞ്ച് ചെയ്യുമ്പം ബേസ് റേഡിയസിന് മാറ്റം വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ ഉള്ളത് റൗണ്ടഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇതെന്താണ്? നമ്മുടെ ഈ നക്ഷത്രത്തിൻ്റെ കോണുകളെല്ലാം വന്നിട്ട് റൗണ്ട് ചെയ്യാനാണ്, കുറച്ചുകൂടി റൗണ്ട് ആക്കാനാണ്. കണ്ടത്? അപ്പോൾ നമുക്ക് നമ്മുടെ രൂപം മാറുന്ന കാണാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ നമുക്ക് രൂപങ്ങളും എന്താണ് ഈ ഒരു പോളിഗൺ ടൂൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് റാൻഡമൈസ്ഡ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. എന്താണ് ഈ റാൻഡമൈസ്ഡ് ഓപ്ഷൻ ചെയ്യുന്നത്? ഇത് ചെയ്യുന്നത് പറഞ്ഞാൽ നിങ്ങളുടെ കോണുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ക്യാൻവാസിൽ നീക്കുകയാണ്. അങ്ങനെ നമുക്ക് കുറച്ച് വ്യത്യസ്തമായ ഒരു ഷേപ്പ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതൊന്നും വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ റീസെറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇനിയും ഇതിന് കളർ കൊടുക്കാനായിട്ട് ഇവിടെ കളർ പാലറ്റിൽ നമുക്ക് കളർ സെലക്ട് ചെയ്യാം. അതല്ലാതെ ഒബ്ജക്റ്റ് എടുത്തിട്ട് ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാവുന്നതാണ്. കണ്ടില്ലേ? ഇതല്ലാതെ തന്നെ സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെന്താണ്? ഈ എഡ്ജസിൽ കളർ കൊടുക്കുന്നതാണ്. നമുക്കിതിൽ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, കാണാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ സ്ട്രോക്ക് സ്റ്റൈലാണ്. ഈ എഡ്ജസ് എത്ര സൈസ് ഉണ്ടായിരിക്കണം, അതിൻ്റെ വിഡ്ത്ത് എത്ര ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അല്ലേ? ഇനി വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ നോ പെയിൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളാണ്. ഇനി നമുക്ക് മറ്റൊരു ഓപ്ഷൻ കൂടി മുകളിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ, അതായത് ബഹുഭുജം വരയ്ക്കാനുള്ള ഒരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം
അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഉള്ള നക്ഷത്രം വേണമെങ്കിൽ ബഹുഭുജമാക്കാവുന്നതാണ്. അതല്ല ഇനിയും വരയ്ക്കാൻ പോകുന്ന ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് സെലക്റ്റഡ് ആണെങ്കിൽ മാത്രമാണ് അത് ബഹുഭുജമായിട്ട് മാറുന്നത്. സെലക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒന്നും മാറുന്നതല്ല, കണ്ടില്ലേ? അപ്പം അടുത്ത ഇനിയും വരയ്ക്കാൻ പോകുന്ന ചിത്രങ്ങൾ മാത്രമായിരിക്കും ബഹുഭുജമായിട്ട് മാറുന്നത്, കണ്ടില്ലേ? ഇങ്ങനെ അഡ്ഭുജം ഷഡ്ഭുജം ഒക്കെ നമുക്ക് ഈ ഒരു ഓപ്ഷനും കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ കോർണേഴ്സ് നമുക്ക് ഇവിടുന്ന് മുകളിൽ നിന്നും തീരുമാനിക്കാവുന്നത്. ഇപ്പോൾ 3 ഉപയോഗിക്കുന്നെങ്കിൽ ഒരു ത്രികോണമായിട്ട് മാറും. അതല്ല 5, 6 എന്നൊക്കെ ആണെങ്കിൽ ബഹുഭുജങ്ങളായിട്ട് മാറുന്നതായിരിക്കും, കണ്ടില്ലേ? പിന്നെ ഇതിനും റൗണ്ട് ഓപ്ഷൻ ഉണ്ട്. അത് കോർണറെല്ലാം റൗണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പം നമുക്ക് കുറച്ച് വലിയ ഒരു വരയ്ക്കാം. അപ്പം കാണാൻ പറ്റുന്നുണ്ട് നല്ലൊരു റൗണ്ട് ഷേപ്പ് ഉണ്ട്, ഏകദേശം ഒരു വൃത്തത്തിനോട് ചേർന്ന് വരുന്നുണ്ടല്ലേ. ഇത്ര ഉള്ള കാര്യം. പിന്നെ ഉള്ളത് റാൻഡമൈസ്ഡ് എന്നുള്ള ഓപ്ഷനാണ്. അത് ഈ കോർണറുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരയ്ക്കാനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വ്യത്യസ്തമായ കണ്ടില്ലേ, വ്യത്യസ്തമായ ഷേപ്പുകൾ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓരോ സമയത്ത് വരയ്ക്കുമ്പോഴും വ്യത്യസ്തമായ ഷേപ്പാണ് വരുന്നത്, കണ്ടില്ലേ? ഇനി ഇത് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, കണ്ടില്ലേ? ഇത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇനി ഇതിന് കളർ കൊടുക്കാൻ ഫില്ലിനും കൊടുക്കാം, അല്ലെങ്കിൽ കളർ പാലറ്റിന് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ സ്ട്രോക്ക് കൊടുക്കാം, സ്ട്രോക്ക് പെയിൻറ്റിനകത്ത് നിന്നിട്ട് കൊടുക്കാം. ഈ സ്ട്രോക്ക് കൊടുക്കാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. കളർ പാലറ്റിന് തന്നെ ഏതെങ്കിലും ഒരു കളർ കൊടുക്കണമെന്ന് നിങ്ങൾക്ക് ആരുണ്ടെങ്കിൽ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് കളർ പാലറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രോക്ക് കൊടുക്കാവുന്നതാണ്. ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യാതാണെങ്കിൽ കളർ പാലറ്റിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് പറ്റും, ആ കളർ സെലക്ട് ആവുന്നതായിരിക്കും, അതായത് ഫിൽ കളർ ആകുന്നതായിരിക്കും. ഓക്കെ, ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യാതെ ഫിൽ കളർ ആയിരിക്കും വരുന്നത്. ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ടാണെങ്കിൽ അതിൻ്റെ സ്ട്രോക്ക് കളറായിരിക്കും മാറുന്നത്. ഇത് നമ്മൾ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ എലിപ്സ് ടൂളും പോളിഗൺ സ്റ്റാർ ടൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ല, ആദ്യമായിട്ടാണ് ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും വരാം മറ്റൊരു വീഡിയോ ആയിട്ട്.